ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ വൈകുന്നേരത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നാളെ വിഷുവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ ആയില്ലേ, അപ്പോൾ വൈകുന്നേരത്തുള്ള കുറച്ച് തിരക്കുകളൊക്കെ എന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഇതാ ഞാൻ ചോറ് വെക്കാനല്ല, രാവിലെ വെച്ച ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു, പ്രതീക്ഷിക്കാതെ തീർന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗ്യാസ് തീരാറായൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ഉപ്പേരി വയ്ക്കണ സമയത്ത് അങ്ങോട്ട് നിന്നു കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം ഇനി വിഷു ആയപ്പോൾ ഗ്യാസും തീർന്നു, എൻ്റെ വിഷു കുളമായിട്ട്. ഇനി നാളെ ഞാൻ ഈ അടുപ്പിൽ മല്ലി കെട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ തീയൊക്കെ കത്തിക്കണത്. അല്ലെങ്കിൽ ഗ്യാസിലല്ലേ വെക്കാറ്. അപ്പം അതിന് നിവർത്തിയില്ലാത്ത കാരണം അടുപ്പന്നെ കത്തിച്ചു കേട്ടോ. അപ്പോൾ അതാണ്ടില്ലേ നന്നായിട്ട് കത്തുന്നൊക്കെ ഉണ്ട്, പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല. അപ്പോൾ അങ്ങനെ ചോറും കലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി മുറ്റത്തിരുന്ന് പൊരിഞ്ഞ കളിയാണ് കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങി നീച്ചുള്ളൂ. ഞങ്ങൾ 3 പേരും ഉറങ്ങിയതായിരുന്നു. കിച്ചു നീച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും ഉറങ്ങിയതായിരുന്നു. ഞാനിപ്പോൾ നീച്ചിട്ട് തന്നെ ഉള്ളൂ. അവളും എൻ്റെ കൂടെ തന്നെ നീച്ചു കേട്ടോ. അപ്പോൾ അവൻ നീച്ചിട്ടില്ല, അവൻ നല്ല ഉറക്കമാണ്. അപ്പോഴത്തേക്കും ഞാനിവിടെ ഒന്ന് അടിച്ച് വാരി വൃത്തിയൊക്കെ കേട്ടോ. കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും പരമാവധി ഞാൻ എല്ലാതും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കള മാത്രം അടിച്ചിട്ടുള്ളൂ, ഇനി ഇവിടെയൊക്കെ അടിച്ചു വരാനുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചു കണ്ടില്ലേ നീച്ചിട്ടില്ല, അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഇതാ തുമ്പിക്കുട്ടി ഇരുന്ന് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മണ്ണിൽ കളിച്ചുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ഇത്ര നേരം അവർ അകത്ത് തന്നെ ആയിരുന്നു. പുറത്തേക്കൊക്കെ ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് കളിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും അകത്തിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ കളിക്കുന്നുണ്ട്. മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ കണ്ടില്ലേ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി പണികളിലേക്ക് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികൾ ഒരുവിധമൊക്കെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല, ഒരു ഉപ്പേരി മാത്രമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇലയും പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നൊരു ചെറിയൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാളെ അപ്പോൾ നമ്മൾ വിഷുവിന് ഇപ്പോൾ ഈ കറിയൊന്നും എടുക്കില്ലല്ലോ, തലേ ദിവസം പഴയതൊന്നും എടുക്കില്ലല്ലോ. എന്തായാലും കറിയൊക്കെ വേറെ വെക്കണ്ടേ. അപ്പം അതുകൊണ്ട് രാത്രിയിലേക്ക് മാത്രം ചെറിയൊരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് പിന്നെ ഞാൻ സാമ്പാറും കാര്യങ്ങളൊന്നും വെക്കാതിരുന്നത്. പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ സാമ്പാർ വെക്കാത്ത അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി വന്നു കഴിഞ്ഞാൽ നാളെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് കാരണമാണ് വെക്കാത്തത്. ഇതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കറി വെക്കാതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുരിങ്ങടയിലേയും പരിപ്പിട്ടിട്ട് വെക്കണത്. ഇതിലാണ് അങ്ങനെ ഈ സമയത്ത് ഭയങ്കര വണ്ടികൾ പോക്കാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് പറയുമ്പോൾ പ്രത്യേകിച്ചും വണ്ടികൾ കൂടുതലായിട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെന്താ, അപ്പോൾ മുരിങ്ങടയിലൊക്കെ അങ്ങനെ ഊരി നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കിച്ചും തുമ്പിയാണെങ്കിൽ ഇവിടെ മുറ്റത്ത് നിന്നിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഒപ്പം അവരത് ഞാൻ സംസാരിക്കണമുണ്ട്. അവരെന്തൊക്കെയോ എന്നോട് ചോദിക്കാൻ കേട്ടോ. അച്ഛൻ വരാറായില്ലേ, ഇന്നിപ്പോൾ അച്ഛൻ പടക്കവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കിച്ചുവിൻ്റെ അടുത്ത്. ഇന്നലെ തന്നെ ഏട്ടൻ ഒരു 2-3 ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പിളിന് വേണ്ടിയിട്ട്. അവനാണെങ്കിൽ ഏട്ടൻ വന്ന് കയറി കഴിഞ്ഞാൽ അപ്പം അച്ഛൻ പടക്കം വാങ്ങിക്കണ്ടേ പറഞ്ഞിട്ട് ഒരു തൊയ്രം കൊടുക്കില്ല കേട്ടോ. കാരണം 4 പുറം ഇപ്പം തന്നെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ പടക്കം പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവന് ഇങ്ങനെ ഏട്ടൻ വരുമ്പോൾ ഏട്ടനോട് കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല കത്തിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് വേറെ ഐറ്റംസ് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അതൊക്കെ എനിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതാണ്ടില്ലേ പരിപ്പൊക്കെ നല്ലോണം തിളച്ച് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെന്തുടച്ചിട്ടാണ് കേട്ടോ വെക്കാറ്. അങ്ങനെ വെക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നത് തിളപ്പിക്കണം കേട്ടോ. മുരിങ്ങയുടെ ഇല പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറിയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. അടുപ്പിൽ വെക്കിയ കാരണം കുറച്ച് ടൈമൊക്കെ പിടിച്ചു കേട്ടോ. അതിന് പിന്നെ ഒരു ഫോണ് കിട്ടിയ ഒരെണ്ണത്തിന്റെ പടക്കം, ഒരെണ്ണത്തിന്റെ ഫോണ്. പിന്നെ അതിലൊക്കെ മരുന്നുണ്ടാവും കേട്ടോ. അത് കയ്യിലാക്കല്ലേ. അതെന്തിനാ ഒരു ചോലപ്പടക്കം? നിങ്ങൾക്ക് കത്തിക്കാല്ലോ.
കത്തിക്ക പൊന്നാ. അപ്പുറത്തും പൊട്ടുമ്പോ തന്നെ ആ പെണ്ണ് പേടിച്ചിട്ട് തുമ്പിയെ അച്ഛത പടക്കം കൊടുക്കണം. അങ്ങോട്ട് വെക്കല്ലേ, ഇങ്ങോട്ട് വെക്ക്, വഴിക്ക് വെക്ക്. എന്ത് സാധനം? ചൈനീസ് മത്താപ്പിന്റെ മേടിച്ചത്. തീപ്പെട്ടിക്ക് പകരമായിട്ട് അത് വിഷുചക്രം. അതില് വെക്കണ്ട പിന്നെ ബെഡില് താഴെ വെക്കി. അതൊക്കെ വെക്കി. ആ മരുന്നൊക്കെ അതിൽ ആവുള്ളി. ബെഡ് എടുക്ക്. വിളക്കിപ്പോ കേടും. വിളക്കില് വെക്കല്ലടാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിന്റെ പ്രഥമ കേന്ദ്രമായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഈ രാജ്യം പ്രത്യേകത അത് സഭയുടെ ജന്മദിനമായിരുന്നു. എന്തുകൊണ്ടും ഈ ഇന്ത്യ രാജ്യത്തിലെ അരാജകത്വവും വർഗീയതയും കാര്യം ജനവിധി ചേരുമ്പോൾ ആ ബോളൊക്കെ മാറ്റിക്കോട്ടെ. ഇനിയും ഡൽഹിയിലെത്തി ഈ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, ജനാധിപത്യ സംസ്കൃതി. അയ്യോ ആ പെണ്ണോ എന്തിന്റെ കരയില്? കരയണ്ട, ബാ കഴിഞ്ഞോട്ടാ. ഇങ്ങനെ തുറന്ന എങ്ങനെ കത്തിക്കാനൊക്കെ? സ്വത്തഞ്ഞ് കത്തിക്കണ്ട, ഉണ്ണിക്ക് പേടി എത്ര. അച്ഛ കുളിക്കട്ടെ എന്നിട്ട് കത്തിക്കാം. ആ നിക്ക് അച്ഛ കുളിച്ചിട്ട് വരട്ടെ.
അങ്ങനെ പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ കണിക്കുള്ളത് റെഡിയാക്കുകയാണ്. ഇനി മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് രാവിലേക്കുള്ളത്. പടക്കങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ല. കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. തുമ്പിക്കുട്ടിയാണ് കരഞ്ഞിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങണില്ല കേട്ടോ. അപ്പോൾ നിർത്തി ഞങ്ങൾ. എന്നിട്ട് ഇനി കണി വെക്കാനുള്ളതിനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ടില്ലേ കണിക്കൊന്ന മുന്തിരി പിന്നെ അതുപോലെ തന്നെ മുസമ്പിയും തേങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കണി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു കേട്ടോ. എല്ലാവരും വിഷുവൊക്കെ അടിച്ച് പൊളിക്കി. ഇനിയിപ്പോൾ നാളെ ഇനി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോവും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി കുറച്ചുണ്ടാക്കുള്ളൂ കേട്ടോ. ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോവുള്ളൂ കേട്ടോ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിൽ വെക്കാതെ ഇപ്പോൾ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് പോകുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് പോകുള്ളൂ വെയിലൊക്കെ ആറിയിട്ട്. അപ്പോൾ അത് ഏട്ടനാണ് കേട്ടോ കണി വെക്കണത്. എനിക്ക് വെക്കാൻ പറ്റില്ല. എനിക്ക് ആ സമയത്തേക്ക് പറ്റാതായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഏട്ടനാണ് കേട്ടോ ചെയ്യണത്. കണി വെക്കലും ഇതേപോലെ തന്നെ നാളെ രാവിലെ എണീച്ച വിളക്കെത്തിക്കലും ഒക്കെ ഏട്ടനായിരിക്കും. എനിക്ക് ഇതിലേക്കൊന്നും ഇടപെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോയി. അപ്പോൾ അതാ ഏട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നത്. നല്ല വൃത്തിയിൽ വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചു തുമ്പി ഉറങ്ങിയിട്ടില്ല കേട്ടോ ഈ ഒരു നേരമായിട്ടും. സമയം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കണി വെക്കാനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവരിന്നിപ്പോൾ എന്താണാവോ ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു. ഉറങ്ങണേ ഇല്ല ഉറങ്ങാൻ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പടക്കം പൊട്ടുന്ന കേൾക്കുമ്പോൾ പേടിച്ചിട്ട് ഉറങ്ങണില്ല കേട്ടോ. അവർക്ക് സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാകുമ്പോൾ തോന്നുന്നു. തുമ്പിക്കുട്ടിയാണ് കേട്ടോ കൂടുതലും. കിച്ചുവിന് വലിയ പ്രശ്നമില്ല, തുമ്പിക്കാണ് പേടി. അപ്പോൾ അതാണ്ടില്ലേ നമ്മുടെ കണിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് കണി കാണാവുന്നതന്നെ ഉള്ളൂ. അതാണ്ടില്ലേ വിളക്കൊക്കെ ഉടനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കെത്തിക്കുക തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിക്കും കേട്ടോ.